ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാവരും ഇന്ന് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണ്. അത്ഭുതങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഏറെ ശ്രമിക്കുന്ന ഈ ആളുകൾ എന്തുമാത്രം അവബോധത്തോടുകൂടി ക്രിസ്തുവിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇന്നത്തെ പലരുടെയും പ്രാർത്ഥന പരിശോധിച്ചാൽ അത് അവനവൻ്റെ മാനസാന്തരത്തെ ഉദ്ദേശിച്ച് എന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു മനസ്സ് മാറണമെന്നുള്ള ദുരാഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥന നടത്താതെ അവനവനെ തന്നെ കുറച്ചും കൂടി മനസ്സിലാക്കി തുടങ്ങിയാൽ കാര്യങ്ങൾ എന്തുമാത്രം നമുക്ക് അനുകൂലമാകും. അത്ഭുതം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി നമ്മുടെ കർത്താവ് ചെയ്ത വളരെ വിചിത്രമായ ഒരു അത്ഭുതത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. സത്യത്തിൽ അത്ഭുതം എന്താ? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും കൃത്യമായിട്ട് പ്രതികരിക്കുകയും എനിക്ക് അനുകൂലമായ വിധത്തിൽ കാര്യങ്ങളെ ക്രമീകരിച്ച് തരികയും ചെയ്തതിനെയാണ് ഇത്രയും നാളും ഞാൻ അത്ഭുതമെന്ന് വിളിച്ചത്. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, അതല്ല സത്യത്തിൽ അത്ഭുതം. അത്ഭുതം ഗസമനത്തോട്ടത്തിലെ തമ്പുരാൻ്റെ പ്രാർത്ഥന തന്നെയാണ്. ഈ പാനപാത്രം മാറണമെന്നുള്ള പ്രാർത്ഥന അത് അവസാനിപ്പിച്ചത് എൻ്റെ ഹിതമൊന്നുമല്ല, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കും ഇഷ്ടത്തിനും അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനെ വിളിക്കേണ്ട പേരാണ് സത്യത്തിൽ അത്ഭുതം. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് സംശയമില്ലാതെ ലജ്ജ കൂടാതെ വിളിച്ചു പറയാം, ഇതുവരെയും അത്തരമൊരു അത്ഭുതം നമ്മളിൽ സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ശുദ്ധമുള്ള മർക്കോസ് സബറോനോട് സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 26 വരെയുള്ള വേദഭാഗത്ത് വളരെ വിചിത്രമായ വിധത്തിൽ ഒരു അന്ധനെ ക്രിസ്തു കാഴ്ചയുടെ വെട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സംഭവം വിവരിക്കുന്നു. കുറേ ആളുകൾ ഒരു അന്ധനെ കർത്താവിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അവനെ തുടർന്ന് ആവശ്യപ്പെടുന്നു. കർത്താവട്ടെ ആ ഗ്രാമത്തിൽ നിന്നും ആൾക്കൂട്ടത്തിൽ നിന്നും പതിയെ അവനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവൻ്റെ കണ്ണിൽ തുപ്പുകയും അവൻ്റെ മേൽ കൈകൾ വെക്കുകയും ചെയ്യുന്നു. പതിവിന് വിപരീതമായി അവനോട് ചോദിക്കുന്നു, നീ എന്തെങ്കിലും കണ്ടുവോ? അവൻ പറയുന്നു, ഞാൻ കാണാൻ ആരംഭിച്ചു കഴിഞ്ഞു, എന്നാലും മനുഷ്യരൊക്കെ മരങ്ങളെപ്പോലെ ഇരിക്കുകയാണ്. അവൻ്റെ അപകടപൂർണമായ ആ വികലമായ കാഴ്ചയെ കർത്താവ് വീണ്ടും തൊട്ട് പരിഹരിക്കുമ്പോൾ അവൻ പറയുന്നു, ഞാനെല്ലാം സ്പഷ്ടമായി കണ്ടു തുടങ്ങി. നീ തിരികെ ആൾക്കൂട്ടത്തിലേക്കോ നീ ആയിരുന്ന ഗ്രാമത്തിലേക്കോ പോകരുതെന്ന് പറഞ്ഞ് അവനെ സ്വന്തം ഭവനത്തിലേക്ക് കർത്താവ് മടക്കി അയക്കുന്നു. ഒരു അന്ധൻ്റെ ജീവിതത്തിൽ ആ 3 തലങ്ങളിലൂടെ നമുക്ക് വേഗത്തിൽ നിന്ന് കടന്നു പോകാം. ഒന്ന്, കാഴ്ചയില്ലാതിരുന്ന അന്ധത നിറഞ്ഞ ലോകത്തിൻ്റെ കാലമാണ്. വളരെ പ്രശസ്തി ആർജിച്ച നോബൽ സമ്മാന ജേതാവും കൂടിയായ പോർച്ചുഗീസ് എഴുത്തുകാരൻ യശസ്വരനായ ഷൂസെ സരമാഗുവിൻ്റെ ദ ബ്ലൈൻഡ്നെസ് എന്ന നോവൽ, അന്ധത എന്ന പേരിൽ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് ആരംഭിച്ച് ഒരു പട്ടണം മുഴുവന് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അന്ധരായി മാറുന്ന വിധത്തിൽ അപകടപൂർണമായ ഒരു കഥ നമ്മളെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഞാനും നിങ്ങളുമൊക്കെ കാഴ്ചയുള്ള ആളുകൾ അല്ല എന്ന് നമ്മളെ നന്നായിട്ട് ബോധ്യപ്പെടുത്തി പരിഹസിച്ചു യേശുക്രിസ്തു ഒരർത്ഥത്തിൽ. കാരണം കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല, കാതുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല, ഹൃദയമുണ്ടായിട്ടും നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് ഇതേ സുവിശേഷത്തിൽ ഇതേ അധ്യായത്തിൽ 17-ാം വചനത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നു. എന്തു സംഭവിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും ഈ വർത്തമാനകാലത്ത്? ഈ അന്ധൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ ഈ മനുഷ്യൻ്റെ ആദ്യത്തെ കാലം എന്ന് പറയുന്നത് കാഴ്ചയില്ലാതിരുന്നൊരു കാലമാണ്. തീർച്ചയായിട്ടും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരമൊരു കാലമുണ്ട്, ഒരു സംശയവുമില്ല. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അന്ധത എന്തിൻ്റെയൊക്കെ ബന്ധപ്പെട്ട നമ്മുടെ ഉടലിനെ ഇങ്ങനെ പരിപാലിച്ചും പരിപോഷിപ്പിച്ചും അതിനെ ഇങ്ങനെ നന്നായിട്ട് പ്രദർശിപ്പിച്ചും ഒക്കെ ജീവിക്കുക. ഉടലിന് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുമ്പോൾ ഉടലിനുള്ളിൽ ദൈവം എന്ന ആ വലിയ സ്വരൂപത്തെ നമ്മൾ എങ്ങനെയോ വിസ്മരിച്ചു പോയി. തീർച്ചയായിട്ടും ആഭരണത്തോടുള്ള ഭ്രമവും വസ്ത്രത്തോടുള്ള നമ്മുടെ അമിത ആസക്തിയും എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളെയും ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ വീടുകൾ വയ്ക്കുന്നത് പോലും സത്യത്തിൽ നമ്മൾ എന്തൊക്കെയോ നമ്മളുടെ ശൂന്യതയെ മറയ്ക്കാൻ വേണ്ടിയാണ്. ഉള്ളിലില്ലാത്ത ആ ദൈവ അവബോധത്തെ മറച്ചു വെക്കാനായിട്ട്. കൂടുതൽ ആഭരണങ്ങൾ അടിഞ്ഞാൽ കുറേയും കൂടി സുന്ദരനാകുമെന്നുള്ള വ്യാമോഹം ആ ദൈവം നമ്മുടെ ഉള്ളിലില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത്തരമൊരു അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടതൊന്നും ഇതുവരെയും കാണുന്നില്ല എന്ന്, കേൾക്കേണ്ടതൊന്നും കേൾക്കുന്നില്ല എന്ന്, അറിയേണ്ടതൊന്നും അറിയുന്നില്ല എന്ന് തിരിച്ചറിയും. യെശയ്യാ പ്രവാചകനാണ് സത്യത്തിൽ അത് ആദ്യം പറഞ്ഞത്. പിന്നീട് യേശുക്രിസ്തു നമുക്കെതിരെ കൃത്യമായിട്ട് അത് ആരോപണമായിട്ട് ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് കാണേണ്ടത് കൃത്യമായിട്ടൊന്ന് കാണാനായിട്ട്, കേൾക്കേണ്ടത് കൃത്യമായിട്ടൊന്ന് ഗ്രഹിപ്പാനായിട്ടൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിവെക്കാം. കുറേ ആളുകൾ നിർബന്ധപൂർവ്വമാവാം അവനെ ക്രിസ്തുവിൻ്റെ അരികിലെത്തിച്ചു. ഔഷധവും
ആശീർവാദവും ക്രിസ്തു കൃത്യമായിട്ട് അവന് നൽകുന്നു. ആ ഔഷധം അവൻ്റെ കണ്ണിൽ തുപ്പി എന്നുള്ളതാണ്. ആശീർവാദം അവൻ്റെ മേൽ, അവൻ്റെ ശിരസിന് മേൽ അവൻ കരങ്ങൾ വെച്ചു. ആ ക്രിസ്തുവിൻ്റെ മുമ്പാകെ എത്തുവാനായിട്ട്, ഞാൻ അന്ധനാണ്, ഞാൻ ഒന്നിപ്പോൾ കാണുന്നില്ല എന്ന് പറയുവാനായിട്ട് നമുക്ക് എന്നാണ് ഒരു വിശാല ഹൃദയമുണ്ടാകുക? ഞാൻ കണ്ടതും ഞാൻ കേട്ടതും ഞാൻ അറിഞ്ഞതുമാണ് പൂർണ്ണമായി ശരിയെന്നുള്ള വാശിയിൽ ജീവിക്കുമ്പോൾ, അത്തരം ശാഠ്യത്തിൽ ജീവിക്കുമ്പോൾ തകർന്നു വീഴുന്നത് സ്നേഹബന്ധങ്ങളാണെന്ന് എപ്പോഴും നാം ഇനി തിരിച്ചറിയും. ആ ദൈവം മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് വിനയപൂർവ്വം സമർപ്പിക്കുവാനും തുറന്ന് പ്രദർശിപ്പിക്കുവാനും സാധിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഭൂരിപക്ഷം മനുഷ്യരുടെയും ജീവിതത്തിൽ. അപ്പോൾ അവൻ നമ്മളെ തൊടുകയും നമ്മളെ സൗഖ്യത്തിലേക്ക് പതിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ഇവിടെ മനുഷ്യരെ കാണുന്നുണ്ട്. ഈ സൗഖ്യം കിട്ടിയ മനുഷ്യൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് സത്യത്തിൽ ആ പകുതി കാഴ്ചയുടെ തലമാണ്. പരിപൂർണമായ കാഴ്ച അവന് കിട്ടിയോ? അതില്ല. എന്നാൽ അവൻ്റെ ആരംഭം മുതലേ ഉണ്ടായിരുന്ന അന്ധത മാറുകയും ചെയ്തു. ഒരർത്ഥ ദർശനത്തിൻ്റെ അവസ്ഥയിലേക്ക് അവനെത്തി. അത് ആദ്യത്തേക്കാളും അപകടം നിറഞ്ഞതായിരുന്നു. ആദ്യത്തെ അവനൊന്നും കാണാൻ മേലായിരുന്നു എന്നതേ ഉള്ളായിരുന്നു. ഇപ്പോഴാവട്ടെ മനുഷ്യരെ മരങ്ങളായിട്ട് കാണുന്നു. ഞാനും നിങ്ങളും മനുഷ്യരെ മരങ്ങളായിട്ടല്ല കാണുന്നത്, പലപ്പോഴും മൃഗങ്ങളായിട്ടും ഏറെ അവഗണിക്കേണ്ട ആളുകളായിട്ടും കാണുകയാണ്. അതാവട്ടെ രക്തബന്ധത്തിൽ നിന്ന് ആരംഭിച്ച് മുഴുവൻ സഹജീവികളോടും അത്തരത്തിൽ പെരുമാറാനായിട്ട് നമ്മൾ എന്തുമാത്രം സാർദ്ധതയുള്ളവരായിട്ട് മാറി. അപ്പൻ, അമ്മ, ആ മക്കൾ, ദാമ്പത്യ ബന്ധം, എല്ലാ ബന്ധങ്ങളെയും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠതയും തീവ്രതയും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ശരിക്കും ഒന്നുകിൽ നമ്മൾ അന്ധരാണ്, അല്ലെങ്കിൽ നമ്മൾ വികലമായ കാഴ്ചയുള്ള, പകുതി കാഴ്ചയുള്ള ആളുകളായിട്ട് മാറിക്കഴിഞ്ഞു. അതിനെയൊന്ന് തിരിച്ചറിയാനായിട്ട്, ആ ക്രിസ്തുവിൻ്റെ മുമ്പാകെ അത് തുറന്നു പറയാനായിട്ട് എപ്പോൾ നാം സ്വയമേ തയ്യാറാകുന്നുവോ അപ്പോൾ നമ്മളിൽ അവൻ്റെ രണ്ടാമത്തെ സ്പർശനം സംഭവിക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു കുമ്പസാരവും കൂടിയാണ്. എൻ്റെ ദൈവമേ, ഞാൻ ഇതുവരെ മനുഷ്യരെ കണ്ടതൊക്കെ വികലമായ കാഴ്ച ഉള്ള കണ്ണുകളോടുകൂടിയാണ്. എൻ്റെ ഉൾക്കാഴ്ചയെ നീ ഒന്ന് തൊട്ടുണർത്തണമേ എന്ന് പറയുവാനായിട്ട് സാധിക്കണം. മനുഷ്യർ പറഞ്ഞതൊക്കെ എൻ്റെ നന്മയ്ക്കായിട്ടായിരുന്നു, പക്ഷെ ഞാൻ കേട്ടതൊക്കെ എൻ്റെ തിന്മയ്ക്കും എൻ്റെ നാശത്തിനുമായിട്ട് പറയുന്നതായിട്ടാണ്. അപ്പോൾ ഞാൻ കണ്ടതും കേട്ടതും അത് രണ്ടും ഹൃദയത്തിൽ സൂക്ഷിച്ച വിധവുമൊക്കെ ഒട്ടും ശരിയല്ലാത്ത വിധത്തിലായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ കാര്യങ്ങൾ കുറേ കൂടി നന്നാവും. ഒരു നല്ല സാത്വികനായ ഗുരു ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ. ഒരു നട്ടുച്ച സമയത്ത് ആ ഗുരു തൻ്റെ ആശ്രമത്തിൻ്റെ മുറ്റത്ത് ആ പൊരുവെയിലിൽ, ആ ചരൽ മണലിൽ ഇങ്ങനെ എന്തോ പരതി നടക്കുക. ശിഷ്യന്മാർ സഹായിക്കാൻ വന്നുകൂടി. അയൽവാസികളായ നല്ലവരായ ആളുകൾ ആ സ്വാത്വികനായ ഗുരുവിനെ സഹായിക്കാൻ വന്നുകൂടി. അവരെല്ലാവരും പറഞ്ഞു, അങ്ങ് ആ തണൽ മരത്തിൻ്റെ ചോട്ടിൽ പോയി വിശ്രമിക്കുക, അങ്ങയുടെ എന്ത് കളഞ്ഞു പോയോ അത് വേഗം ഞങ്ങൾ നോക്കിയെടുത്ത് തരാം. അപ്പോൾ ആ ഗുരു പറഞ്ഞു, എൻ്റെ പൊൻസൂചി കളഞ്ഞുപോയി. സ്വർണത്തിനോടൊക്കെ ഒട്ടും പ്രതിപത്തിയില്ലാത്ത ഈ ഗുരുശ്രേഷ്ഠന് സ്വർണം കൊണ്ട് സൂചി ഉണ്ടായിരുന്നോ എന്നുള്ളൊരു വിസ്മയത്തോടുകൂടി അവരെല്ലാവരും ആ മുറ്റത്ത് പൊരുവേലിൽ വേർത്ത് പ്രയത്നിക്കാൻ തുടങ്ങി സൂചി കണ്ടെടുക്കാനായിട്ട്. ഏറെ നേരത്തെ പ്രയത്നം കഴിഞ്ഞിട്ടും ഒന്നും ഫലമണിഞ്ഞില്ല. അപ്പോൾ പതിയെ ആ തണൽമരച്ചോട്ടിലിരുന്ന് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച ഗുരു പറഞ്ഞു, സൂചി പോയത് മുറ്റത്തല്ലല്ലോ. ഒരുവൻ ഇത് കേട്ടു. അവൻ പതിയെ ചെന്ന് ചോദിച്ചു, അങ്ങെന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ കുറേയും കൂടി ഉച്ചത്തിൽ പറഞ്ഞു, സൂചി പോയെന്നുള്ള സത്യമാണ്, പോയത് പക്ഷേ ഈ മുറ്റത്തല്ല. ആളുകളൊക്കെ തിരച്ചിൽ നിർത്തി. സംയമനം നഷ്ടപ്പെട്ട ചിലർ അല്ലാതെ അങ്ങ് വയലൻ്റായി. അവർ പറഞ്ഞു, എന്തൊരു സാത്വികനെന്ന് വിചാരിച്ച്, എന്തൊരു ശ്രേഷ്ഠമെന്ന് വിചാരിച്ച അങ്ങേ ഞങ്ങൾ കരുതിയതും സ്നേഹിച്ചതുമൊക്കെ ഇത്രത്തോളം നേരം ഞങ്ങളെ പൊരുവേലിൽ ബുദ്ധിമുട്ടിക്കാനായിട്ട് അങ്ങേക്ക് എങ്ങനെ മനസ്സ് വന്നു? അപ്പോൾ വളരെ നിഷ്കളങ്കമായ മനസ്സോടെ ഗുരുശ്രേഷ്ഠൻ പറഞ്ഞു, അകത്തെ ഇരുള് പിടിച്ച നിലവറക്കുള്ളിൽ വെച്ചാണ് എൻ്റെ കയ്യിൽ നിന്ന് പൊൻസൂചി കളഞ്ഞു പോയത്. പുറത്ത് മാത്രമേ വെളിച്ചമുള്ളിടത്തല്ലേ എനിക്ക് നോക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഗ്രാമത്തിലെ ആ മുറ്റത്തേക്ക് ഓടിക്കൂടിയ മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി, ഇത് തങ്ങളെക്കുറിച്ചാണ് ഈ ഗുരു പറഞ്ഞത്. അത് നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ നമ്മൾ എവിടെയാണ് അന്വേഷിക്കുക? ഈ വെളിയിൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് എത്ര നാൾ നമ്മളിനി അലയും? നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരികെ നോക്കാനായിട്ട് ആ ഉള്ളിൽ ഒരു സംയമനത്തിലും മൗനത്തിലും ധ്യാനത്തിലും ഒക്കെ ആ നഷ്ടപ്പെട്ടു ക്രിസ്തുവിനെ എന്ന് കണ്ടെത്താനായിട്ട് ഓരോരുത്തർക്കും സാധിക്കേണ്ടതാണ്. പൊതുവെ അതിന് സമയമോ അതിന് സംയമനമുള്ള ഒരു ജീവിത സാഹചര്യമോ ഒക്കെ കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റുന്നില്ല. ഇത്രമാത്രം തിരക്കുകളൊന്നും നമ്മളുടെ ജീവിതം അർഹിക്കുന്നില്ല. കുറേയൊക്കെ സ്വസ്ഥതയും സാവകാശവും ഒക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. വിശ്രമമില്ലാതെയുള്ള ഈ ശ്രമങ്ങളൊക്കെ നമ്മളെ ഒടുവിൽ എവിടെയാണ് എത്തിക്കുക? ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് സ്വസ്ഥതയിൽ കണ്ണടച്ച് കുറേ നേരം ഇരുന്ന് ചിന്തിക്കുക,
ഞാൻ കാഴ്ചയുള്ളവനാണോ? യഥാർത്ഥത്തിൽ ഞാൻ ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമൊക്കെയുള്ള മനുഷ്യരെ നമുക്ക് കുറേ കൂടി സ്നേഹപൂർവ്വം കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഒപ്പമുള്ള ജീവിത പങ്കാളിയെ ഹൃദയപൂർവ്വം സ്നേഹിപ്പാനായിട്ട് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിൽ കുറേ കൂടി സത്യസന്ധതയും സുതാര്യതയും നൽകാനായിട്ട് ഈ ചെറിയ ജീവിതം കൊണ്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നെങ്കിലുമൊക്കെ? അങ്ങനെയൊന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും നമ്മൾ അന്ധരല്ല, അതിൽ നിന്ന് കുറേ കൂടി ഉയർന്ന തലത്തിലെത്തിയ ആളുകളാണ്. അപകടപൂർണമായ വികലമായ കാഴ്ചയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതാവട്ടെ കാണേണ്ടത് കാണുന്നില്ല എന്നതിനേക്കാൾ അപ്പുറത്ത്, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല എന്നതിനേക്കാൾ അപ്പുറത്ത്, കാണരുതാത്തതൊക്കെ കാണുന്ന ആളുകളാണെന്ന് തിരിച്ചറിയുകയാണ്. കേൾക്കരുതാത്തത് കേൾക്കാനായിട്ട് ഹൃദയം ഇങ്ങനെ കോർപ്പിച്ചും ചെവി ഇങ്ങനെ ഒരുക്കിയും ഇരിക്കുന്ന ആളുകളാണെന്ന് തിരിച്ചറിയും. അപ്പോൾ നമ്മളിൽ ഒരു സമഗ്രമായ പരിപൂർണമായ സൗഖ്യം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. അത്തരമൊരു സൗഖ്യത്തിലേക്ക് ഈ മനുഷ്യനെ കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ഈ ഒരു സൗഖ്യ സംഭവത്തിലെ മൂന്നാമത്തെ ഭാഗം. അതാവട്ടെ അയാൾ ആ ഉടയവൻ്റെ അടുത്ത് തുറന്നു പറയുകയാണ്, എനിക്കിപ്പോഴും വികലമായ കാഴ്ച തന്നെയുള്ളത്. സ്വന്തം ഹൃദയത്തെ ഒന്ന് അവൻ്റെ മുമ്പാകെ പങ്കുവെക്കാൻ ശ്രമിക്കുന്നവന് മാത്രമാണ് സത്യത്തിൽ പരിപൂർണമായ ഒരു കാഴ്ചയൊക്കെ ലഭിക്കുക. കാഴ്ച അത് കണ്ണിൻ്റേതാണ് എന്ന് നമ്മളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. സത്യത്തിൽ കാഴ്ച എന്ന് പറയുന്നത് ഒരിക്കലും കണ്ണിന് അവകാശപ്പെട്ട ഒന്നല്ല, മറിച്ച് ഹൃദയത്തിന് സ്വന്തമായ ഒന്നാണ്. ഹൃദയം എന്തുമാത്രം ശ്രേഷ്ഠമായ വിധത്തിൽ സൂക്ഷിക്കുന്നോ, നിർമ്മലമായ വിധത്തിൽ പരിപാലിക്കുന്നോ, അതിനനുസരിച്ചൊക്കെ നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടും കുറേ കൂടി വ്യക്തതയുള്ളതാവും. ആ ക്രിസ്തു വെളിച്ചത്തിലേക്ക് ചേരുന്ന വിധത്തിൽ നമുക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്താനായിട്ട് പറ്റും. പൊതുവെ എല്ലാവരും ഇന്ന് ആക്രോശിക്കുന്നത് നീ മാറണം, നിങ്ങൾ മാറണം, നിങ്ങളെല്ലാവരും മാറണം എന്നാണ്. ഇനി ഞാൻ ഉൾപ്പെടെയുള്ള പ്രഘോഷകരൊക്കെ നമ്മളിലേക്ക് തന്നെ കൈകളുയർത്തി ഞാൻ മാറിത്തുടങ്ങണമെന്ന് പറഞ്ഞു തുടങ്ങുക. എന്നിൽ നിന്ന് തന്നെ സംഭവിക്കേണ്ടതാണ്. എൻ്റെ ജീവിത പങ്കാളി മാറുന്നെങ്കിൽ കാര്യങ്ങൾ നേരെയാകുമെന്ന്, എൻ്റെ മക്കൾ നന്നായെങ്കിൽ കാര്യങ്ങൾ നേരെയായെങ്കിൽ അപ്പനും അമ്മയും എന്തുകൊണ്ട് കുറേ കൂടി ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് പരിതപിക്കുന്നതിൽ ഒരു വിധത്തിൽ ചിന്തിച്ചാൽ യാതൊരു അർത്ഥവുമില്ല. പതിയെ നമ്മൾക്ക് കുറേ കൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചു തുടങ്ങുക. ആ സ്നേഹത്തിൻ്റെ കാര്യം ഒന്നെടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു യോഹന്നാൻ ശ്ലീഹ ആ ദൈവത്തിന് നൽകിയ ഏറ്റവും നല്ല നിർവചനം അത് സ്നേഹമാണെന്നാണ്. ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ടും ജനനം കൊണ്ടും ജീവിതം കൊണ്ടും ആ ഒടുവിലത്തെ ശ്രേഷ്ഠമായ മരണം കൊണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തിയതും സ്നേഹമാണെന്ന് തന്നെയാണ്. ഈ സ്നേഹത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ്? സത്യത്തിൽ ഞാനും നിങ്ങളും ഒരാളെ സ്നേഹിക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് എന്നോട് യോജിക്കാനാവുമെന്ന് എനിക്കറിയില്ല. നമ്മളൊരാളെ സ്നേഹിക്കണമെങ്കിൽ അയാൾ മരിച്ചു എന്ന് കേൾക്കണം. ഓർക്കണം, മലയാളികളായ നമ്മുടെ തലവര എന്ത് കഠിനമാണ്. ഒരാൾ മരിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ മുതൽ നമ്മുടെ ഉള്ളിൽ അയാളോടും അവളോടുമുള്ള സ്നേഹം അണപൊട്ടി ഒഴുകുകയാണ്. അത് സത്യത്തിൽ വല്ലാത്തൊരു കുറ്റബോധത്തിൽ നിന്ന് വരുന്ന ചൊവ്വില്ലാത്തൊരു സ്നേഹമാണ്. ഒപ്പം ആയിരിക്കുമ്പോഴേ തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ്. അപ്പനാവട്ടെ, അമ്മയാവട്ടെ, ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ഒപ്പമുള്ളപ്പോഴേ അവരെ ഒന്ന് ഗൗരവമായിട്ട് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ തന്നെ വലിയൊരു പരാജയമാണ്. അവരൊക്കെ ഭൂമിയെ വിട്ട് കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ശൂന്യതയിൽ നിന്ന് നമ്മൾക്ക് വല്ലാതെ വിറങ്ങലിച്ചു പോവുകയാണ്. അതോടുകൂടി നമ്മുടെ ജീവിതം അങ്ങ് ഉടഞ്ഞു പോവുകയാണ്. ഒപ്പമുള്ളപ്പോഴേ നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം. ആ സ്നേഹം മരണത്തിൽ ആരംഭിക്കേണ്ട ഒന്നല്ല, അത് ഒപ്പമുള്ളപ്പോഴേ ആരംഭിച്ച് മരണശേഷവും ശക്തമായിട്ട് തുടരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒപ്പമുള്ളപ്പോൾ ഓരോരുത്തരുടെ പോരായ്മകൾ കൂടി ബോധ്യപ്പെട്ട് നമുക്ക് സ്നേഹിക്കാം. പരിപൂർണരായ ഒരു മനുഷ്യരും ഈ ഭൂമിയിലില്ല. നമ്മളുടെ സങ്കല്പത്തിനനുസരിച്ച് നമുക്കൊപ്പമുള്ളവരൊക്കെ മാറണമെന്ന് ശഠിക്കുന്നതും ഒരർത്ഥത്തിൽ തെറ്റ് തന്നെയാണ്. നമുക്കാണ് കുറേ കൂടി മാറാനായിട്ട് സാധ്യതകൾ കൂടുതൽ. പതിയെ നമുക്ക് ഒപ്പമുള്ളവരെ അവരവരുടേതായ സാഹചര്യത്തോട് അവരുടെ ജീവിതത്തിലെ വികലതയോടും കുറവുകളോടും കൂടി കാണുവാൻ നമുക്ക് ശ്രമിച്ചു തുടങ്ങാം. കർത്താവ് ശരിക്കും പറഞ്ഞ ഒരർത്ഥത്തിൽ പക്ഷപാതം കാണിച്ച ഒരാളാണ്. അവൻ നിഷ്പക്ഷത കാണിച്ച ഒരാളല്ല. കർത്താവ് പക്ഷപാതം കാണിച്ചതാണ്. അവൻ ആരുടെ പക്ഷം ചേർന്ന് ചോദിച്ചാൽ അവൻ കുറവുള്ളവരുടെയും ദരിദ്രരുടെയും വികലരുടെയും ഒക്കെ പക്ഷം ചേർന്നു. എന്നിട്ടോ അവരെ സ്നേഹിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് പതിയെ അവരെ പരിപൂർണതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു. ആ പോരായ്മയുള്ള ആളുകളോട് കുറേ കൂടി സ്നേഹമുണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പൊതുവെ ദൈവകൃപയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കുന്നൊരു കാലമാണ്. ദൈവം കൂടെയാണെങ്കിൽ എല്ലാം ഐശ്വര്യങ്ങളായിരിക്കും നിൻ്റെ ജീവിതത്തിൽ. നീ ഏർപ്പെടുന്ന യുദ്ധങ്ങളൊക്കെ ജയിക്കും, നിനക്ക് എല്ലാവിധമായ സമൃദ്ധി ഉണ്ടാകുമെന്നുമൊക്കെ പറയുന്ന ആ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പോരായ്മകളെയൊക്കെ ക്രിസ്തു പരിഹരിച്ചയാളാണ്. ക്രിസ്തു ആ പോരായ്മകളൊക്കെ പരിഹരിച്ചു.
അപകടങ്ങളുടെ അഭാവമല്ല സത്യത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളം. ദൈവം ഒപ്പമാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു അപകടം പോലും കടന്നു വരില്ല എന്ന് പറഞ്ഞത് ക്രിസ്തുവല്ല, മറിച്ച് എന്തുമാത്രം വലിയ അപകടങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ആകസ്മികമായി വന്നു ചേർന്നാലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തരുന്നൊരു തണലും തണുപ്പും അതിനെ അതിജീവിപ്പാൻ എനിക്ക് ഉൾബലം തരും. അതാണ് ശരിക്കും സുറിയാനി സഭയുടെ വലിയ വിശ്വാസവും. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്നതിനെ ആസ്പദമാക്കി എൻ്റെ ജീവിതത്തിലെ ആ ഒരു ബലത്തെയും ബലക്കുറവിനെയും ബോധ്യപ്പെടുത്താനായിട്ട് പറ്റും. ഇന്നെല്ലാം നമ്മൾ സൗജന്യമായി നേടിത്തരുന്ന അത് സൗഖ്യമാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടിന് പരിഹാരമാവാം, വിദേശത്തേക്ക് മക്കളെയൊക്കെ കയറ്റി അയക്കുന്ന ഏർപ്പാടിന് സഹായം കിട്ടുന്ന കാര്യങ്ങളാവാം. ഓർക്കണം, ഇത്തരമുള്ള ക്ഷണങ്ങളുണ്ടാകുമ്പോൾ പൊതുവെ ദുർബലരായ നാം ഓരോരുത്തരും വീണുപോകുക സ്വാഭാവികമാണ്. ദൈവത്തെ നാം എങ്ങനെയെല്ലാം ഇക്കാലത്ത് ചെറുതാക്കി കളഞ്ഞു. ദൈവം ഇന്ന് ആരാ നമുക്ക്? മെസ്സിഹ നിനക്ക് ആരെന്നൊരു ചോദ്യം ചോദിച്ചാൽ സത്യമായിട്ടും പറയുക അവൻ നല്ലൊരു ഡോക്ടറാണെന്ന്. കുറേ ആളുകൾ പറയും അവൻ നല്ലൊരു ബാങ്കറാണ്, ATM കൗണ്ടറിന് തുല്യമാവൻ, അവൻ മക്കളെയൊക്കെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു എക്സ്പോർട്ടറാണ്. അപ്പോൾ തമ്പുരാൻ്റെ വലിയ ആ മഹത്വം നിറഞ്ഞ സ്ഥാനത്തെ നമ്മൾ എന്തുമാത്രം ലഘൂകരിച്ച് ചെറുതാക്കി കൊണ്ടുവന്നിരിക്കുക. നമുക്കിണങ്ങുന്ന വിധത്തിൽ നമ്മളും ദൈവത്തെ കൈകാര്യം ചെയ്യുക. ഇതൊന്നും മാറണം. ആ സൃഷ്ടിയുടെ വിവരണകഥയിൽ 6 ദിവസം കൊണ്ട് അവനെല്ലാം സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞത്. എല്ലാം നല്ലതൊന്നും കണ്ടു. 6-ാം ദിവസമായിരുന്നല്ലോ അവൻ നമ്മളെ സൃഷ്ടിച്ചത്. 7-ാം ദിവസം അവൻ വിശ്രമിച്ചു എന്നെഴുതി. അതിനെ ശാബത്തെന്ന് നാം വിളിക്കുന്നു. 7-ാം ദിവസം ഞായറാഴ്ച നമ്മളിന്ന് വല്ലാതെ ആക്റ്റീവാകുന്ന ദിവസമാണ്. 6.5 ദിവസവും നമ്മൾ അങ്ങനെയൊക്കെയാണേലും ഞായറാഴ്ച കുറച്ച് മണിക്കൂറെങ്കിലും നമ്മൾ വളരെ സജീവരാണ്. ദേവാലയ ശുശ്രൂഷയിലൊക്കെ നമ്മൾ എന്തുമാത്രം ഭക്തിയുടെ ആ മുഖംമൂടി അണിഞ്ഞാണ് നിൽക്കുകയും നടിക്കുകയും കാര്യങ്ങളെ ആഘോഷമായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം വിശ്രമിച്ച നേരം നോക്കി നമ്മൾ നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും ദൈവങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ള വചനം വായിച്ച് ധ്യാനിച്ച് അത്തരമൊരു ബലത്തിൽ നമ്മൾ പിറ്റേന്ന് ഞായറാഴ്ച നമുക്കിണങ്ങുന്ന വിധത്തിൽ ഒരു ദൈവത്തെ രൂപപ്പെടുത്തുക. എൻ്റെ വഴികളെ ശാസിക്കാത്ത, എൻ്റെ ജീവിതത്തെ എപ്പോഴും കൃപകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതെന്ന് ഒപ്പം നിന്ന് അഭിനന്ദനത്തിൻ്റെ ഗീതം ചൊല്ലുന്ന ഒരു ദൈവത്തെയാണ്. പ്രവാചന തുല്യമായ വിധത്തിൽ എന്നെ തിരുത്തുന്ന ഒരു ദൈവത്തെ എനിക്കൊട്ടും താല്പര്യമില്ല. എൻ്റെ ജീവിതത്തിലെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ഒക്കെ തകിടം മറിക്കുന്ന ഒരു ദൈവത്തെയും എനിക്ക് താല്പര്യമില്ല. മറിച്ച് എൻ്റെ തന്നിഷ്ടങ്ങളുടെ വഴിയെ എനിക്ക് സമാധാനത്തോടും ആഹ്ലാദത്തോടും പോകുന്ന വിധത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ പരിരക്ഷ ആവശ്യമാണ്. ദൈവത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടൊക്കെ എന്തുമാത്രം വികലമാണ്. ആ കാഴ്ചപ്പാടുകളെ തിരിച്ചറിയുമ്പോൾ കാഴ്ചയുള്ളവരാണോ നാം, കാഴ്ചയില്ലാത്തവരാണോ നാം എന്ന് ബോധ്യപ്പെടും. ഇതാ ഈ മനുഷ്യൻ അവസാനം പറയുന്നു, ഞാനെല്ലാം സ്പഷ്ടമായിട്ട് കണ്ടു തുടങ്ങുന്നു. അതിൻ്റെ അർത്ഥം അയാൾക്ക് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനായിട്ട് സാധിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഒരുവൻ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു എന്നതിൻ്റെ അർത്ഥം അയാൾ പതിയെ ദൈവമായിട്ട് തന്നെ കാണാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആദ്യത്തിനും ഹവ്വായ്ക്കും സംഭവിച്ച ഒരു വലിയ പാളിച്ച എന്തായിരുന്നു? അവരെ ദൈവമാക്കാമെന്നുള്ള ആ സാത്താൻ്റെ മോഹിപ്പിക്കലിൽ അവർ വീണുപോയി. എങ്ങനെയെങ്കിലും ആ ഒരു ലഭ്യമായ പഴം പറിച്ച് തിന്നുന്നതിൻ്റെ പേരിൽ ദൈവമാകാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അതിൽ നിന്ന് അതൊന്ന് ശ്രമിച്ചുകൂടാ? അങ്ങനെ ഒരു പഴം പറിച്ച് തിന്നുന്നതിലൂടെ ദൈവമാകാനായിട്ടുള്ള അവരുടെ ശ്രമം ഒടുവിൽ അവരെ എവിടെ എത്തിച്ചു? ഭേദപ്പെട്ട ഒരു മനുഷ്യൻ പോലും അവർ ആയില്ല എന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ അവർ ഏത് സ്ഥലത്താണോ അവിടെ നിന്ന് അവർക്ക് മാറേണ്ടി വരുന്നു. ആ സ്ഥലത്തിന് യോജിച്ച ആളുകളല്ലാത്തവരായി അവർ മാറി എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ കുറേ കൂടി തെളിമ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കണ്ണിലെഴുതാനുള്ള അഞ്ജനം നീ എന്നോട് ചോദിച്ചു വാങ്ങുക. ആ തെളിമയും കാഴ്ചയും കിട്ടുന്ന ആ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിനോട് ചേർന്ന് നിൽപ്പാൻ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇത്രയും നാളും ഞാൻ കണ്ടതും കേട്ടതിനെയും കുറേ കൂടി വ്യക്തതയിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കും. പൗലോസ് അപ്പോസ്തലനെ ഒന്ന് അനുസ്മരിക്കാതെ ഈ പ്രഭാഷണം എങ്ങനെയാണ് അവസാനിപ്പിക്കുക? ആ ശൗലെന്ന് പറയുന്ന ആ പണ്ഡിത പ്രബുദ്ധനായ മനുഷ്യൻ, അയാൾക്ക് ക്രിസ്തുവിനെ ഒഴികെ ബാക്കി എല്ലാത്തിനെയും കാണുവാനും അറിയുവാനും ആ ജീവിതം കൊണ്ട് സാധിച്ചു. എന്നാലോ 3 ദിവസം അയാൾ അന്ധനായി മാറിയെന്ന് സുവിശേഷം പറയുന്നു. 3 ദിവസം അന്ധനായി മാറിയെന്ന് വേദം പറയുന്ന ആ വിചിത്രമായ ആ കാലഘട്ടത്തിലാണ് അയാൾക്ക് കാഴ്ചയുണ്ടായിരുന്നപ്പോൾ അയാൾക്ക് കാണാൻ കഴിയാതെ പോയ
ദൈവത്തെ കാണാനായിട്ട് സാധിച്ചത്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ളൊരു നിശബ്ദതയും ധ്യാനവും ഒക്കെ ആവശ്യമാണ്. ഇതുവരെയും എൻ്റെ തിരക്കുകൾക്കിടയിൽ, ജീവിതത്തോടുള്ള വ്യഗ്രതകൾക്കിടയിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ക്രിസ്തുവിനെയാണ്, ഒപ്പമുള്ള മനുഷ്യരെയാണ്. കുറേ കൂടി സ്നേഹപൂർവ്വം ഇടപെടാനും സ്നേഹിക്കുവാനും സാധിക്കട്ടെ. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് പോലും എന്തുമാത്രം മാനദണ്ഡങ്ങൾ അനുസരിച്ച് നോക്കിയ നമ്മളൊരാളെ സ്നേഹിക്കുന്നത് ആരെയാണോ സ്നേഹിക്കേണ്ടത് അയാളുടെ സൗന്ദര്യത്തെ നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്, അയാളുടെ സമ്പത്തിനെ നോക്കുന്നുണ്ട്, അയാളുടെ ജീവിത സാഹചര്യം, അധികാര കാര്യങ്ങൾ, കുടുംബമഹിമ, ഒരുപാട് കാര്യങ്ങളെ ആസ്പദമാക്കി നന്നായിട്ട് ആശ്രയിച്ചുമൊക്കെയാണ് നാം ഒരാളെ സ്നേഹിക്കുന്നത്. അതിനകത്ത് വലിയൊരു അപകടമുണ്ട്. അത്തരം സ്നേഹത്തിന് വലിയ ആയുസ്സില്ല. കാരണം നമ്മളൊരാളെ സ്നേഹിക്കുന്നത് അയാളുടെ സൗന്ദര്യത്തിൻ്റെ പേരിലാണെങ്കിൽ എപ്പോഴെങ്കിലും ആ സൗന്ദര്യം ഇല്ലാതായാൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് ഇന്നലത്തെ പോലെ അയാളെ തുറന്ന് സ്നേഹിക്കാനായിട്ട് പറ്റുക? അയാളുടെ സമ്പത്ത് കണ്ടാണ് ഞാൻ അയാളെ സ്നേഹിച്ചു തുടങ്ങിയെങ്കിൽ, എന്നെങ്കിലും അയാൾ ദരിദ്രനായി മാറിയെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ സ്നേഹം നിലച്ചു പോകും. അയാളുടെ സ്ഥാനവും മാനവും കണ്ടിട്ടാണ് ഞാൻ അയാളെ സ്നേഹിച്ചു തുടങ്ങുന്നതെങ്കിൽ അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ എനിക്ക് പിന്നെ എങ്ങനെ അയാളെ പഴയതുപോലെ സ്നേഹിക്കാനായിട്ട് പറ്റും? ഒരാളെ ഇനി മുതൽ നാം സ്നേഹിച്ചു തുടങ്ങേണ്ടത് അയാളിൽ എന്തെങ്കിലും ക്വാളിറ്റി, നന്മയും മേന്മയോ കണ്ടിട്ടാകരുത്. മറിച്ച് എൻ്റെ ഉള്ളിൽ ചില നന്മയും മേന്മയും ഉള്ളത് കൊണ്ടായിരിക്കണം ഞാൻ ഒരാളെ സ്നേഹിച്ചു തുടങ്ങേണ്ടത്. അത് എൻ്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കുന്നിടത്തോളം നാൾ എനിക്ക് ആ സ്നേഹത്തിൽ തുടരാനായിട്ട് സാധിക്കും. എൻ്റെ ഉള്ളിൽ നിന്ന് ആ നന്മയും കരുണയും നഷ്ടപ്പെടാത്ത നാളുകൾ മുഴുവൻ എനിക്ക് സ്നേഹിക്കാനായിട്ട് പറ്റും. ഞാൻ ആരെ സ്നേഹിച്ചോ അയാൾ എന്തുമാത്രം എന്നിൽ നിന്ന് അകന്നു പോയാലും ആ സ്നേഹം നഷ്ടപ്പെടുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയനായ മകനെക്കുറിച്ച് പറയുന്ന അതുതന്നെ, എന്തുമാത്രം അയാൾ പിതാവിൽ നിന്ന് അകന്നു പോയിട്ടും പിതാവിൻ്റെ സ്നേഹം നിലച്ചു പോയില്ല. കാരണം പിതാവിൻ്റെ ഉള്ളിലെ ചില നന്മയും മേന്മയുമായിരുന്നു സ്നേഹമായിട്ട് രൂപപ്പെട്ടത്. കുറേ കൂടി നന്നായിട്ട് സ്നേഹിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെ മീതെയുള്ളത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അന്ധരായ മനുഷ്യനാണ് എന്ന് തിരിച്ചറിയുന്നു. നീ തൊട്ട് ഔഷധവും ആശീർവാദവും നൽകി ഞങ്ങളെ കാഴ്ചയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ. ദൈവമേ, അന്ധതയിൽ നിന്ന് ഞങ്ങൾ കടന്നു വന്നത് വികലമായ അർദ്ധദർശനത്തിൻ്റെ തലത്തിലേക്കാണ്. മനുഷ്യരെയൊക്കെ മരങ്ങളായിട്ടും മൃഗങ്ങളായിട്ടും വേണ്ടാത്ത ആളുകളായിട്ടും അവഗണിക്കേണ്ടവരായിട്ടും ഒക്കെ ഞങ്ങൾ കണ്ടു തുടങ്ങി. ഇതാ വീണ്ടും അങ്ങയുടെ മുമ്പാകെ ഞങ്ങളുടെ ഈ അവസ്ഥയെ തുറന്നു പറയുന്ന പക്ഷം അങ്ങ് ഞങ്ങളെ വീണ്ടും തൊടുമെന്ന് അങ്ങയുടെ ഒരിക്കൽ കൂടിയുള്ള സ്പർശനം കൊണ്ട് പരിപൂർണമായ കാഴ്ചയിലേക്ക് ഞങ്ങളിതാ പ്രവേശിക്കുക. അങ്ങ് ഞങ്ങളെ ഒന്നും കൂടെ തൊടണമേ. ദൈവമായ കർത്താവേ, പരിപൂർണമായ അങ്ങയുടെ വെളിച്ചത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിലൂടെ ഉറ്റവരെയും ഉടയവരെയും പ്രകൃതിയെയും സ്നേഹിതരെയും സകലരെയും കണ്ട് അത്തരമൊരു സ്നേഹത്തിലായിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥ പ്രാർത്ഥനയാൽ തന്നെ.